എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ശ്രീനി സാറും വിക്രമും സുഹൃത്തുക്കളും എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീനി സാറ് പറയുകയാണ്, വാസവൻ എന്തായാലും വിചാരിക്കാൻ ഞാനും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് നീ ഇതൊക്കെ ചെയ്തത് എന്ന് കരുതി കാണും. അപ്പോൾ ഞാൻ അതിനുള്ള മറുപടി അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. അവൻ ഒരു ആൺകുട്ടിയാണ്, അവൻ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയുമെന്നുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ രാജേട്ടൻ പറയുകയാണ്, ഇനി വിക്രമിനെതിരെ ഒന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് വാസവനൊന്ന് മടിക്കും. അപ്പോൾ ശ്രീനിസ പറയണം, അവിടെയാണ് നമുക്ക് തെറ്റിയത്. വാസവൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല, അയാൾ ഇനി കളികൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഓരോ കരുക്കളും വെട്ടി മാറ്റണം എന്നൊക്കെ ശ്രീനിസ പറയുകയാണ്. അപ്പോൾ ശ്രീനിസാർ വിക്രമിൻ്റെ ചോദിക്കാം, വിക്രം നീ എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കില്ലേയും ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സാർ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്, സാർ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചുള്ളൂ, ഞാൻ സാറിൻ്റെ കൂടെ എപ്പോഴും കാണുമെന്ന് പറയുകയാണ്. എന്നിട്ട് അവരെല്ലാവരും സന്തോഷത്തോടു കൂടി പിരിയുകയാണ്. അപ്പോൾ അടുത്തതായി കുറച്ച് കുട്ടികൾ സുധാര മാഷിൻ്റെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അവിടെ നന്ദിനി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, എന്താ പിള്ളേർ നിങ്ങൾ വീട്ടിലൊക്കെ വന്നത്? അപ്പോൾ കുട്ടികൾ പറയുകയാണ്, സുധാര മാഷ് ഇതുവരെയും ട്യൂഷൻ സെൻറ്ററിൽ വന്നില്ല, ഞങ്ങൾക്ക് മാത്സിൽ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ട്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അയ്യോ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, നിങ്ങൾ പോയിട്ട് പിന്നെ വന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വേദ വരികയാണ്. അപ്പോൾ വേദ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മക്കളെ? അപ്പോൾ കാര്യം പറയുകയാണ്. അപ്പോൾ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് നന്ദിനി പറയുകയാണ്, എന്തിനാ പിള്ളേരെ ഇങ്ങനെ പഠിക്കുക, പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഒരു ഫലവും ഇല്ല എന്നൊക്കെ നന്ദിനി പറയും. അപ്പോൾ അത് നന്ദിനിയേട്ടത്തിയുടെ വെറും തോന്നലാണെന്ന് വേദ പറയുകയാണ്. പഠിച്ചുകൊണ്ട് നല്ലത് മാത്രമേ ഉള്ളൂ, എന്നിട്ട് പഠിച്ചവരൊക്കെ എവിടം വരെ എത്തി എന്നൊക്കെ ചോദിക്കുകയാണ്. മാത്സിലെ തീറ്റയെ പറ്റിയൊക്കെ അവർ പറയുന്നുണ്ട്. അയ്യോ എനിക്ക് അതൊന്നും കേൾക്കുന്ന പോലും ഇഷ്ടമല്ല എന്ന് നന്ദിനി പറയും. എന്നെ അതൊന്നും ഓർപ്പിക്കല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ചുമ്മാതല്ല നന്ദിനി ഏട്ടത്തി 10ൽ തോറ്റെന്നൊക്കെ വേദ പറയുന്നുണ്ട്. അയ്യോ ഞാൻ തോറ്റത് മോഡറേഷൻ്റെ മാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ജയിച്ചനെന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം അവിടെ ശ്രീജയും വിക്രം വരികയാണ്. അപ്പോൾ വിക്രം ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് വിക്രം പറയുകയാണ്, നന്ദിനിയേട്ടത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി ഒരു പറമ്പില്ലേ, അപ്പോൾ അവിടെ ഒരു മരം നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ നന്ദിനി പറയാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ എത്ര നീളമാണെന്ന് നന്ദിനി, അയ്യോ എനിക്കത് ടേപ്പ് കൊണ്ടുപോയാലല്ലേ അളക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അളക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് കണക്കിൽ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് തീറ്റ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതെന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ നന്ദിനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പഠിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, നീ ഇത്രയും പഠിച്ചിട്ട് എന്ത് ആണ് നേടിയത്, വല്ലതും നേടിയോ എന്നൊക്കെ നന്ദിനി കളിയായിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, വിക്രം ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം അതിനെന്താന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെല്ലാം പിടിച്ചിരുത്തി നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് വേദ അതിശയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കമല വരുന്നു. അപ്പോൾ എല്ലാവരും വിക്രം പഠിപ്പിക്കുന്നത് കണ്ട് നല്ല സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നന്ദിനി ദേഷ്യത്തിൽ മുറിക്കകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ അവിടെ വിനായകൻ കിടന്നു പറയും, നിങ്ങളിങ്ങനെ ഇവിടെ കിടന്നോ മനുഷ്യ, അവിടെ ഓരോരുത്തരും തീറ്റയും എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഇതുവെല്ലാം അറിയോ? തീറ്റയെ ഏത് തീറ്റയുടെ? കോഴിത്തീറ്റ. എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് വിനായകൻ പറയുകയാണ്. ഞാൻ കണക്കിൽ തീറ്റയുടെ കാര്യമാണ് പറയുന്നത്. അതാണോ? അതെന്നെ അച്ഛൻ കുറേ പഠിപ്പിക്കാൻ നോക്കിയതാണ്, ഞാൻ പഠിച്ചൊന്നുമില്ല, ഞാൻ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത്, വേറെ തൊഴിലില്ല. ഇടി പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലടി, ഞാൻ ഒന്നും പഠിച്ചില്ല, പക്ഷേ എനിക്ക് അവരെ കാട്ടിയൊക്കെ വരുമാനം ഇല്ല, അതുകൊണ്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങി നല്ല മാഷുമാരെ വെച്ച് നല്ല രീതിയിൽ പൈസയൊക്കെ ഉണ്ടാക്കാം, അതൊരു ബിസിനസ് നേക്കാണ്. അപ്പോൾ പൈസ മണി തുട്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നന്ദിനിയോട് വിനായകൻ പറയും, എനിക്ക് നീ ആദ്യം പോയി ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്രം കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ട് വിടുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് വിക്രം പറഞ്ഞു കൊടുത്ത എല്ലാം നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവൾ വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങിയാണ്. അപ്പോൾ കുട്ടികളെല്ലാം പോയ ശേഷം വേദ വിക്രമിനോട് ചോദിക്കാം, വിക്രം എത്ര എഫിഷ്യൻ്റായിട്ട് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അത് ഞാൻ പഠിച്ച കാര്യമാണല്ലോ ഞാൻ പഠിപ്പിക്കുന്നത്, അത് മറന്നു പോകത്തില്ല, ഞാൻ എന്നേ മറന്നു. നമ്മളൊരു കാര്യം പഠിച്ചാൽ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നും അത് ഓർമ്മ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് വിക്രം അകത്തോട്ട് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞ് മാഷ് കടന്നു വരികയാണ്. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് പോകുന്നുണ്ടല്ലോ, അത് അച്ഛനെ അന്വേഷിച്ച് വന്നതാണ്, ട്യൂഷൻ സെൻറ്ററിൽ ഇപ്പോൾ പോകണില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണ് പോകുന്നത്, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ മാഷ് പറയുകയാണ്.
അച്ഛൻ പേടിക്കേണ്ടെന്ന് വിക്രം കുട്ടികൾക്ക് നല്ല രീതിയിൽ ട്യൂഷനൊക്കെ എടുത്തെന്നും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വിട്ടിട്ടുണ്ടെന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ മാഷിന് അതൊട്ട് രസിക്കുന്നില്ല. അപ്പോൾ നല്ല മാർഗ്ഗം പഠിപ്പിച്ച് കൊടുക്കേണ്ടവരാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതും. അവ ആ വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്? കുട്ടികൾ എപ്പോഴും മാഷിനെയൊക്കെ അനുകരിക്കുന്ന രീതിയിലുള്ള തലമുറകളാണ് ഇപ്പോഴുള്ളതെന്നും അപ്പോൾ വിദ്യ പഠിപ്പിച്ചു കൊടുക്കുന്നവർ അതിൻ്റേതായ രീതിയിൽ മാത്രമേ നിൽക്കാവൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരു നല്ല കുട്ടികൾ എപ്പോഴും ദുശ്ശീലമാണ് എപ്പോഴും അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി അവനെ കണ്ട് അനുകരിക്കില്ലെന്ന് ആർക്കറിയാമെന്നൊക്കെ മാഷ് പറയുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, അപ്പോൾ അച്ഛനാണല്ലോ വിക്രമിനെ പഠിപ്പിച്ചത്, അപ്പോൾ ഗുരുവിൻ്റെ സ്ഥാനത്ത് അച്ഛനാണല്ലോ, എന്നിട്ട് വിക്രം എന്തേ ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാഷിന് അതിനൊരു മറുപടി ഇല്ലാതെ മാഷ് തിരിഞ്ഞു പോവുകയാണ്. അടുത്തതായി വിക്രമിനെ ശ്രീനിസ വിളിപ്പിക്കുകയാണ്. അപ്പോൾ വിക്രം വരികയാണ്. സാർ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നീ ഇരിക്കുകയെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പേപ്പറിലെ ന്യൂസ് കാണിച്ചു കൊടുക്കുകയാണ് വിക്രമിന്. അപ്പോൾ ഈ ന്യൂസ് നീ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടിരുന്നു എന്ന് വിക്രം പറയുന്നു. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ വ്യാജ മരുന്ന് കഴിച്ച് ഒരാൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ് എന്നാണ് ന്യൂസ്. അപ്പോൾ ശ്രീനിസ പറയുകയാണ്, അപ്പോൾ ഇത് ഒരുപാട് ന്യൂസായിട്ട് പല പല സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വ്യാപകമായി വരികയാണ്. അപ്പോൾ ഇതിനെതിരെ നമ്മളൊരു തടം ഇടണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എനിക്ക് ഒരാളെ സംശയമുണ്ടെന്നും ശ്രീനിസ പറയുന്നു. അപ്പോൾ വിക്രം നീ ഇതൊന്ന് രഹസ്യമായിട്ടൊന്ന് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണമെന്നും അപ്പോൾ അവർ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതിന് പിന്നീട് റീസാമ്പിൾ ചെയ്ത് തരുന്നതാണെന്നൊക്കെ ശ്രീനിസ പറയുകയാണ്. അപ്പോൾ നീ ഇതൊന്ന് രഹസ്യമായിട്ട് അന്വേഷിച്ചിട്ട് വാന്ന് വിക്രമിനോട് ശ്രീനിസ പറയുകയാണ്. അപ്പോൾ അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ശ്രീചേട്ടത്തി പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നന്ദിനി ദേഷ്യത്തോട് വരികയാണ് കുറച്ച് തുണികൾ കഴുകാനായിട്ട്. അപ്പോൾ എന്നിട്ട് നന്ദിനി പറയുകയാണ്, ശ്രീചേട്ടത്തി വേദയോട് കുറച്ച് വെള്ളമൊക്കെ കോരി തരാൻ പറയും. ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല, എനിക്ക് അവളോട് വഴക്കിനൊന്നും വയ്യാന്ന് പറയുകയാണ്. അയ്യോ വേദ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണല്ലോ, എന്തായാലും നീ തന്നെ കഴുകിയിടുക എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമെന്നൊക്കെ നന്ദിനി പറയുകയാണ്. അവൾക്ക് എന്നും സർക്കിട്ട് ചെയ്യണമല്ലോ, ഇവൾ എവിടെയാണ് ഈ പോകുന്നതെന്നൊക്കെ നന്ദിനി ശ്രീചേട്ടത്തിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയം വേദ വരികയാണ്. അപ്പോൾ എന്നും എവിടെയാണ് പോക്കെന്നൊക്കെ നന്ദിനി ഒരുമാതിരി കളിയാക്കി വേദയോട് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും, നന്ദിനിയേട്ടത്തിൽ പോകാൻ ഒരിടം ഇല്ലാത്തതുകൊണ്ട് നന്ദിനിയേട്ടത്തിൽ പോകുന്നില്ല, എനിക്ക് പോകാൻ ഇടമുള്ളതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് വേദയും മറുപടി പറയുകയാണ്. നന്ദിനി ഇതെല്ലാം കേട്ടിട്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, ഞാൻ പോകുന്നത് വേറൊരിടം അല്ല കേട്ടോ, നന്ദിനിയുടെ അടുത്ത് ഊളംപാറയിലാണ് പോകുന്നത്, അവിടെ ഒരു പുതിയ ഡോക്ടർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഈ തലച്ചോറിനൊക്കെ ഭയങ്കര ചൊറിച്ചിലുള്ളവരുടെ ചികിത്സയ്ക്കൊക്കെ വളരെ നല്ല ഡോക്ടറാണെന്ന് പറയും, ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നന്ദിനിയേട്ടത്തിയെ കൊണ്ടുപോകാമെന്നൊക്കെ വേദ പറയണം. അപ്പോൾ ഇത് കേട്ട് നന്ദിനിക്ക് വളരെയധികം ദേഷ്യം വരികയാണ്. അപ്പോൾ എന്നിട്ട് ശ്രീജ പറയുകയാണ്, മോളെ ഞാനൊരു കോഫി ഇട്ടിരട്ടേന്ന് ചോദിക്കണം. വേണ്ട ശ്രീജേട്ടത്തി, ഞാൻ പോയിട്ടുണ്ട്. കോഫി മാത്രമേ തന്നെ കുറച്ച് ജ്യൂസും കൂടി കലക്കി കൊടുക്കൂ, പോണ വഴി കുടിക്കാമല്ലോ. എനിക്ക് വെള്ളം ദാഹിക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങി കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വേദ പുറത്തോട്ട് പോവുകയാണ്. അടുത്തതായി നമ്മുടെ വിക്രമും രാജേട്ടനും കൂടി ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് മെഡിസിനെല്ലാം പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത ശേഷം മെഡിസിനെല്ലാം വാങ്ങുകയാണ്. എന്നിട്ട് അവർ തിരിച്ചു വരികയാണ്. എന്നിട്ട് ആ മരുന്നെല്ലാം പരിശോധിക്കുകയാണ്. അപ്പോൾ അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതിന് പിന്നെ റീസാമ്പിൾ ചെയ്ത് എടുത്തതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അപ്പോൾ വിക്രം പറയുന്നു, ഇവിടെ എന്ത് അതിക്രമമാണ് രാജേട്ടൻ നടക്കുന്നത്? അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, സജീവും ജോസഫും കൂടി പോയിക്കയില്ലേ, അവരും കൂടി ആ മെഡിസിനൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചൊരു തീരുമാനം എടുക്കാമെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് വേദ റോഡിലൂടെ നടന്ന് വരികയാണ്. അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഓട്ടോ വന്ന് നിൽക്കുകയാണ്. പക്ഷേ അത് രാധയുടെ ഓട്ടോയായിരുന്നു. അപ്പോൾ വേദ ഒന്ന് കയറാനായിട്ട് മടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രാധ ചോദിക്കുന്നുണ്ട്, എന്താ കയറുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ പുതിയൊരു എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. താങ്ക് യു.